ഇത് മൂപ്പ് കുറവാട്ടോ. അപ്പോൾ ഇന്ന് കാലാവസ്ഥയ്ക്കൊരു തെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. മഴ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനൊക്കെ നല്ലതാണല്ലോ. കൂടെ മക്കൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, നല്ലതല്ലേ. അപ്പോൾ ചക്ക ഞാൻ മിക്സിയിൽ അരച്ചെടുത്ത് ശേഷം അരിപ്പൊടിയും കുറച്ച് റവ, ജീരകപ്പൊടി, ഏലക്കായപ്പൊടി, തേങ്ങയും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നുള്ളുപ്പൊക്കെ ഇട്ട് കുഴച്ചെടുത്തു. പ്ലാവിലെ തന്നെ കുമ്പിളെത്തിട്ട് ആവിക്കിട്ട് വേവിച്ചെടുക്കുകയാണ്. ചക്കയപ്പം കഴിച്ചവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചക്കപ്പം ഉണ്ടാക്കുന്നതും കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ടാണ്. ടേസ്റ്റൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് ലൂസും ഇല്ല, ഒരുപാട് ടൈറ്റും ഇല്ലാത്തൊരു പാകത്തിലാട്ടോ ഞാൻ മാവ് കുഴച്ചത്. ഇതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് റെസിപ്പീസൊക്കെ നോക്കി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ കുമ്പിളിലാക്കി മാവ് ഇഡ്ഡലി കുക്കറിനകത്ത് വേവിച്ചെടുക്കുവാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ മധുരമൊന്നും ഇടാത്ത കട്ടനും ചക്കയപ്പൊക്കെ ആയിട്ട് കുഞ്ഞിനും എല്ലാവർക്കും കൊടുത്തു. ഞാനും കഴിച്ചു കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സോ ഇറ്റ്സ് മീ സജ്ന ആൻഡ് ബേബി സുൽത്താൻ. സീ യു നെക്സ്റ്റ് ടൈം.